ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മമ്മി, ഞാൻ മമ്മിയോടൊപ്പം വീട്ടിലേക്ക് വരാം. പറ്റില്ല. ഫംഗ്ഷനോ മുടങ്ങി. അതിന്റെ കൂടെ മോളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ? എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല മമ്മി. ഇപ്പോഴേ എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കാം. ഇന്നത്തെ ദിവസം എന്റെ പിറന്നാൾ ദിവസം തന്നെ ആയിരിക്കും. നാഗങ്ങള് കണക്ക് തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന. ഇവിടെ നിന്നാ ഇനി ഞാൻ കൊല്ലപ്പെടും മമ്മി. മോളെ, അവരൊക്കെ ചോദിക്കുന്നതിന് മമ്മിക്ക് മറുപടിയില്ല. അവിടെ അങ്ങനെ ഒരു നാഗമില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാ. പലതവണ നീ ഈ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ളതല്ലേ. അതിന്റെ പേരിൽ ഞാനും ആ നവീന്റെ അച്ഛനും തമ്മിൽ എന്തോരം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. എന്റെ അഭിമാനം നോക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ താന്നു നിന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി. പക്ഷെ ഇവിടെ നിന്ന് ഇപ്പൊ നീ ഇറങ്ങിപ്പോയാ നവീന്റെ മുന്നിൽ നിനക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ? കളരിക്കൽ വീട്ടുകാർക്ക് മാത്രമല്ല, വേറെ ആർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. മോൾ ഇവിടെ ഒന്ന് നിന്നേ പറ്റൂ. ഇതൊക്കെ ഒന്ന് സഹിച്ചേ പറ്റൂ. ഞാൻ മരിച്ച മമ്മിക്ക് ഒരു വിഷമം ഉണ്ടാവില്ലല്ലോ. പറ മമ്മി. ഇപ്പൊ ഞാൻ പേടിക്കുന്നതേ എന്റെ ജീവനെയാ. എന്നെ കൂട്ടത്തെ വേണമെങ്കിൽ മമ്മി ഇറങ്ങിപ്പോക്കോ. പക്ഷെ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നാളെ എന്റെ മരണവാർത്ത കേട്ട് മമ്മിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. പ്ലീസ് മമ്മി, ഇപ്പൊ എനിക്കിതൊന്നും ആലോചിക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. എന്റെ മനസ്സിലിപ്പോ അത് മാത്രമേ ഉള്ളൂ. എന്നൊന്ന് മനസ്സിലാക്കും മമ്മി, പ്ലീസ്. മമ്മിയുടെ മോളല്ലേ പറയുന്നേ. ഞാൻ നവീനോടും സുമിത്രയോടും ഒന്ന് സംസാരിക്കട്ടെ, പരിഹാരം ഉണ്ടാക്കാം. നീ നിന്റെ ജീവനെ കുറിച്ച് പേടിക്കുമ്പോ അതിലെനിക്ക് തർക്കിക്കാൻ പറ്റില്ലല്ലോ. മമ്മി ഇനിയും നാണം കേട്ടോളാം. അവൾക്കിപ്പോ അവളുടെ അച്ഛനെ അറിയാം, അമ്മയെ അറിയാം. അച്ഛൻ, അമ്മ, മോള്, അവർക്കിടയിൽ ഒരു അധികപ്പറ്റി ഞാന്. എനിക്കെന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ മടങ്ങേണ്ടി വരും. എന്റെ മോളെ വിട്ട് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്താ കാര്യം? എന്ത്? കുറച്ചു പുറത്തേക്ക് കരഞ്ഞിട്ട് ഉള്ളിലാകെ കരയുന്നത് എന്തിനാന്ന് അതങ്ങ് പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ട്. എനിക്കെന്റെ അച്ഛനെ കൈ ചൂണ്ടി കാണിച്ചു തന്നു. എന്റെ അമ്മയെ ഞാൻ തിരിച്ചറിഞ്ഞു. അത്രയൊക്കെ ആയിക്കഴിഞ്ഞാല് അമ്മയ്ക്ക് പിന്നെ എന്റെ മുന്നിൽ എന്താണ് സ്ഥാനം? അതല്ലേ കാര്യം. അത് തന്നെയാ ചിന്തിച്ചത്. എന്റെ അമ്മയെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. എന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും ആദ്യം വന്ന ആൾ അമ്മയാ. എനിക്ക് ഏറ്റവും പരിചയമുള്ളത് അമ്മയുടെ ഈ മുഖവും ഈ രൂപമാണ്. അമ്മയെ ഈ ജന്മം പിരിയാൻ എന്നെ കൊണ്ട് പറ്റില്ല. കൃഷ്ണ എങ്ങോട്ട് പോയാലും ഈ അമ്മ കൂടെ ഉണ്ടാവും.